മക്കളെ, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻ ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. മക്കളെ, നമ്മുടെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 90 ആക്ടിവിറ്റി 3 ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഒരു സ്പീച്ച് എഴുതാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 മുതൽ 7 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ നന്നായിട്ട് എഴുതണമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിച്ചാലോ? ഞാൻ വേറൊരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് തരാം. സ്പീച്ചിനും എസ്സേയ്ക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം കണ്ടന്റ് ആണ്. അതിനകത്തൊക്കെ കണ്ടന്റ് റിച്ച് ആയിട്ട് നമ്മൾ എഴുതി ഫലിപ്പിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ രണ്ടിനും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ഫോർമാറ്റിനകത്ത്. സോ അത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് തന്നെ കിട്ടാൻ പറ്റുകയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ നന്നായിട്ട് സ്പീച്ച് എഴുതാം എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് സാറ് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഫോർമാറ്റും സാറ് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇരുന്ന് കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം നോക്കിയാലോ. ലഷ് ഗ്രീൻ ലാൻഡ്സ്കേപ്സ്, crystal clear beaches and the heavy monsoon made Kerala God's own country. However, all seems to be in danger of extinction. Prepare a speech on the need to protect nature and present it in the class. കേരളത്തിൻ്റെ നല്ല ഭംഗിയുള്ള പച്ചപ്പ് ഉണ്ടല്ലോ, അതും ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചസ്, വളരെ തെളിച്ചമുള്ള ബീച്ചുകൾ, നല്ല ക്ലിയർ ആയിട്ടുള്ള വൃത്തിയുള്ള ബീച്ചസ്, ആൻഡ് ദ ഹെവി മൺസൂൺ, ശക്തമായ മൺസൂൺ മഴ, മെയ്ഡ് കേരള ഗോഡ്സ് ഓൺ കൺട്രി, ഇതെല്ലാം കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയിട്ടുണ്ട്. ഹൗവർ, പക്ഷേ all these seem to be in danger of extinction, എന്നാൽ ഇതെല്ലാം നാശത്തിൻ്റെ ഒരു ഭീഷണിയിലാണ് ഉള്ളത്. Prepare a speech on the need to protect nature, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൽ ഒരു സ്പീച്ച് തയ്യാറാക്കണം. ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. അപ്പോൾ നല്ലൊരു പ്രസംഗം എങ്ങനെ അതിൻ്റെ കൃത്യമായ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് എഴുതാം എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവൻ ഇരുന്ന് കാണുക, ഫുൾ മാർക്ക് വാങ്ങാം. ആദ്യത്തെ കാര്യം സല്യൂട്ടേഷൻ, ഒരു അഭിസംബോധന വേണം. നിങ്ങൾ പ്രസംഗിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവരെല്ലാം പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് ആ സദസ്സിന് നല്ല രീതിയിൽ അഭിസംബോധന ചെയ്യും, അല്ലേ? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറഞ്ഞെങ്കിലും അവർ ആരംഭിക്കും. സോ സല്യൂട്ടേഷൻ, അതായത് അഭിസംബോധന പ്രസംഗത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആരംഭിക്കാം? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഫോർ ജനറൽ ഓഡിയൻസ്, നമുക്ക് എല്ലാവർക്കും കേട്ടില്ല ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നത്. ഇനി സ്കൂൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രസംഗം എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പം അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ? ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ലഘുവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൂചന നൽകുക, അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്. Today I will be speaking on the topic the importance of waste management. ഇങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ എഴുതാം? Today I will be speaking on the topic the importance of protection of nature. നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് താല്പര്യമില്ല, നേരിട്ട് തന്നെ ആദ്യം തന്നെ ടോപ്പിക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രൈ ടു ബിഗിൻ വിത്ത് എ കൊട്ടേഷൻ. ആരുടെയെങ്കിലും വചനങ്ങൾ വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. ഇനി അതും താല്പര്യമെങ്കിൽ ഒരു കഥ വെച്ച് ആരംഭിക്കാം, ഒരു സ്റ്റോറി. ഇപ്പം എന്താ പറയുക, നമ്മുടെ വെയിറ്റിംഗ് ഫോർ റെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ആൻ ഇൻസിഡൻറ്റ് ടു ക്യാപ്ചർ ദ ഓഡിയൻസ്, എന്തെങ്കിലും നടന്ന സംഭവം കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഇനി അതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ, വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നേരിട്ട് ആരംഭിക്കാവുന്നതാണ്. നല്ല ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഓഡിയൻസിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ബോഡി ഓർ കണ്ടന്റ്. നമ്മൾ എന്താണോ പറയുന്നത് അത് നല്ല വൃത്തിക്ക് ആ കാര്യങ്ങൾ നമ്മൾ നല്ല രസകരമായിട്ട് വേണം പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് സ്റ്റോറീസ്, അവിടെയും കഥകൾ ആഡ് ചെയ്യാം. കോട്ട്സ് ബൈ ഫേമസ് പീപ്പിൾ, ആളുകൾ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള വചനങ്ങളും വാചകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം അവസാനം പ്രസംഗം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കൺക്ലൂഷൻ വഴിയാണ്. ഗിവ് സം സജഷൻസ് ഓർ അഡ്വൈസ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉപദേശമായിട്ട് നൽകാം. ഇങ്ങനെ നോക്കിക്കേ, I urge you all to become a part of making our world a better place to live. ഈ ലോകത്തെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ നിങ്ങളോടെല്ലാം ഏർജ് ചെയ്യാണ്, ആവശ്യപ്പെടുകയാണ്. ഓർ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സെയിങ് ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അവസാനിപ്പിക്കാം. ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ്, എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള
പറയാനുള്ളത്? ബൈ സേയിങ് ദാറ്റ്, ഇത്രയേ ഉള്ളൂ പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗം അവസാനിപ്പിച്ച് ഒരു താങ്ക് യു അല്ലെങ്കിൽ ജയ് ഹിന്ദ് പറയുന്നതോടുകൂടി നമ്മുടെ പ്രസംഗം എന്തായി, നല്ല കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇവിടെ നമുക്ക് നോക്കിയാലോ? സിമ്പിളാ മക്കളെ, നോക്കിക്കോ. നമ്മൾ സ്കൂളിലല്ലേ പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സാല്യൂട്ടേഷൻ കൊടുത്തു. നെക്സ്റ്റ് ഇസ് ഗുഡ് മോർണിംഗ് ടു ഓൾ, ഒരു ചെറിയ അഭിസംബോധന ഇവിടെ. എന്നിട്ടോ കേരള ഇസ് ട്രൂലി കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് ലഷ് ഗ്രീൻ ലാൻഡ്സ്കേപ്സ്, അതിൻ്റെ നല്ല സമ്പന്നമായ പച്ചപ്പുകൾ, ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചസ്, നല്ല തെളിച്ചമുള്ള അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ബീച്ചുകൾ, ആൻഡ് റിഫ്രഷിംഗ് മൺസൂൺ, നമുക്കൊരു ഉന്മേഷം നൽകുന്ന മൺസൂൺ, മേക്ക് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഓൺ എർത്ത്, ഈ ഭൂമിയിലെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. കണ്ടോ, നമ്മൾ നേരിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിൽ വരില്ല. കാര്യം ഓൾറെഡി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ അങ്ങോട്ട് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഒരു ട്രിക്കാണത് അല്ലേ. നമുക്കിങ്ങനെ അയ്യോ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ എന്താ വേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമോ? വേണ്ട, നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ അതിനുള്ള ഉത്തരവും സൂചനയും കിട്ടിയിട്ടുണ്ടാവും. നമ്മളത് നൈസായിട്ട് പകർത്തി എഴുതിയാൽ മതി. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? But today these natural treasures are in danger. എന്നാൽ ഇപ്പോൾ എന്താണ്? ഈ നാച്ചുറൽ ട്രഷേഴ്സ്, ഈ പ്രകൃതിദത്തമായ നിധികളെല്ലാം തന്നെ ആർ ഇൻ ഡേഞ്ചർ, ഭീഷണിയിലാണ്, അപകടാവസ്ഥയിലാണ്. ഫോറസ്റ്റ് ആർ ബീങ് ഡിസ്ട്രോയ്ഡ്, വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. റിവേഴ്സ് ആർ പൊല്യൂട്ടഡ്, നദികൾ മലിനപ്പെടുന്നു. ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇസ് എവ്രിവെയർ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. The same nature that once blessed us, ഒരു കാലത്ത് നമ്മളെല്ലാം അനുഗ്രഹിച്ച ഈ ഒരു നേച്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമുണ്ടല്ലോ, is now struggling to survive because of human carelessness. മനുഷ്യൻ്റെ അശ്രദ്ധ കാരണം സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പം ബോഡി പാർട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല വ്യക്തമായിട്ട് കണ്ടന്റ് ആയിട്ട് പറയണം. നോക്കിക്കോ, we must understand that protecting nature is not a choice. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റിംഗ് നേച്ചർ ഇസ് നോട്ട് എ ചോയ്സ്, അതൊരു ചോയ്സ് അല്ല, നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. വിതൗട്ട് ട്രീസ്, മരങ്ങളില്ലെങ്കിൽ, ക്ലീൻ വാട്ടർ ഇല്ലെങ്കിൽ, ആൻഡ് പ്യുവർ എയർ, ശുദ്ധമായ എയർ ഇല്ലെങ്കിൽ, വായുവില്ലെങ്കിൽ, ലൈഫ് ഓൺ എർത്ത് കനോട്ട് കണ്ടിന്യൂ, ഭൂമിയിൽ ജീവൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അതായത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എവറി സ്മോൾ ആക്ഷൻ കൗണ്ട്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളും എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരവാദിത്തപ്പെടുന്നു. പ്ലാന്റിംഗ് ട്രീസ്, മരങ്ങൾ നടുന്നത്. റെഡ്യൂസിങ് പ്ലാസ്റ്റിക് യൂസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത്. സേവിങ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കുന്നത്. ആൻഡ് വാട്ടർ, വെള്ളം സംരക്ഷിക്കുന്നത്. ആൻഡ് കീപ്പിംഗ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ, നമ്മുടെ ചുറ്റുപാടും വൃത്തിയുള്ള രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നത്. എല്ലാ ചെറിയ ആക്ഷൻസും എന്ത് ചെയ്യുന്ന അത് കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇഫ് ഈച്ച് ഓഫ് എ സ്റ്റാർട്ട് കെയറിങ് ഓഫ് നേച്ചർ ടുഡേ, നമ്മളെല്ലാവരും തന്നെ പ്രകൃതിയെ ഇന്നു മുതൽ സംരക്ഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ we can make a big difference, നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. Let's work together, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം. To bring back the beauty of our land, നമ്മുടെ നാടിൻ്റെ ഭംഗി തിരിച്ചു കൊണ്ടുവരാൻ. And ensure that Kerala remains God's own country for generations to come. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള കാര്യം നിലനിർത്താം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ഒരു താങ്ക് യുവും പറഞ്ഞു. അതോടുകൂടി നമ്മുടെ സ്പീച്ച് കംപ്ലീറ്റ് ആയി. ഫുൾ മാർക്ക് നമുക്ക് ആൻസർ പേപ്പറിലും കിട്ടി. അപ്പോൾ നല്ലൊരു സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയല്ലോ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വരുന്നതാണ്. അതിനെല്ലാം വേണ്ടി കാത്തിരിക്കുക. അതെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്കുകൾ വാങ്ങുക. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.